ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കാതും കണ്ണും മുളച്ചു വരുന്ന സമയത്ത് അവർ ജാഗ്രതയോടെ പുറത്തു നിന്നുള്ള ശബ്ദത്തെ ആകർഷിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു, ഗർഭിണികളാകുന്ന പെണ്ണുങ്ങൾ ആവശ്യമില്ലാത്ത സംഗീതങ്ങൾ കേൾക്കരുത്, കൊട്ടും പാട്ടും കേൾക്കരുത്. അവർ ബുറുദ ചൊല്ലട്ടെ, അവർ ഖുർആൻ ഓതട്ടെ, അവർ ദിക്ർ ചൊല്ലട്ടെ. അവർ ചൊല്ലുന്ന ദിക്റിൻ്റെ ആത്മീയത ഗർഭസ്ഥ ശിശുവിനെ സ്വാധീനിക്കും. അവർ ഓതുന്ന ഖുർആനിൻ്റെ ആത്മീയത ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ സ്വാധീനിക്കും. അങ്ങനെ ഗർഭസ്ഥ ശിശു ആത്മീയതയുള്ളവരായി വളർന്നു വരുന്നത് മാതാപിതാക്കളുടെ ഇടപെടലുകൾ കൊണ്ടാണ്. അപ്പോൾ ദിക്റും സ്വലാത്തും ഹദ്ദാദ് റാത്തീബും ബുർദയും നഫീസത്തും ആലയും ചൊല്ലിയും കേട്ടും വളരുന്ന ഉമ്മയും ബാപ്പയും വിചാരിക്കുന്നതിലുപരി മനോഹരമാകുന്നൊരു കുഞ്ഞിനെ നമുക്ക് ലഭിക്കും. അതാണ് ബഹുമാനപ്പെട്ട ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ചിട്ടയോടെ വേണം നമുക്ക് കാര്യങ്ങൾ നേടാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിലേ നാം അത് ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങോട്ട് വിശദീകരിച്ചു പോകുന്നില്ല, ഒരുപാട് കാര്യം വിശദീകരിക്കാനുണ്ട്. ഇന്ന് കല്യാണങ്ങൾ തന്നെ തുടക്കത്തിൽ തന്നെ ആഡംബരങ്ങളുടെയും കോലാഹലങ്ങളുടെയും പ്രതീകമായിട്ട് നിക്കാഹിൻ്റെ മജ്ലിസ് പോലും ആത്മീയതയില്ലാതെ മാറുന്നു. തുടക്കത്തിൽ തന്നെ നിക്കാഹിൻ്റെ മജ്ലിസ് വലിയ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നു. എന്തിന്? വലിയ പ്രതാപിയാണെന്ന് കാണിക്കാൻ കോടികൾ ചെലവഴിക്കുന്നു. ആ വഴി നീളെ ലൈറ്റും ഡെക്കറേഷനും ആഡംബരവും വെച്ച് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, ധൂർത്തടിക്കുന്നു. പിന്നെയോ നടന്നു തിന്നാനും കിടന്നു തിന്നാനും നിരങ്ങി തിന്നാനും ഒക്കെ സംവിധാനം ചെയ്യുന്നു. കടന്നു വരുന്ന ആണുങ്ങളെപ്പോലും സൽക്കരിച്ചിരുത്തുന്നതിന് സൗന്ദര്യവതികളാകുന്ന പെണ്ണുങ്ങൾ അണിഞ്ഞൊരുക്കി നിർത്തിയിരിക്കുന്നു. എന്തൊരു പാപമാണിത്! കടുത്ത ഹറാമല്ലേ? ഇതെങ്ങനെ സഹിക്കാനും എങ്ങനെ മതപരമായി നികത്താനും കഴിയും? തുടക്കത്തിൽ തന്നെ എൻ്റെ മകളുടെ ജീവിതത്തിന് പൈശാചികമാകുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വെച്ച് കെട്ടിയാൽ ആ മകളുടെ നിക്കാഹിന് ഏതു മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. മലക്കുകളെല്ലാം ഓടിപ്പോവുകയും പിശാചുക്കൾ വന്ന് കുത്തിയൊഴുകുകയും ചെയ്യും. ആ പിശാചുക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും അവിടെ നിക്കാഹ് നടക്കുക. ആ നിക്കാഹിന് തുടക്കത്തിൽ തന്നെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയി. നിക്കാഹിൻ്റെ മജ്ലിസുകൾ പോലും ഫോട്ടോയും വീഡിയോയും ഡെക്കറേഷനും പിന്നെ കോലാഹലങ്ങൾ, സദസ്സുകളിൽ പോലും പെണ്ണുങ്ങളും ആണുങ്ങളും കൂടി കൂട്ടിയിടിക്കുന്ന പൈശാചികത്വത്തിൻ്റെ അരങ്ങ് തകർക്കുന്ന നിക്കാഹുകൾ. അവിടുന്ന് തന്നെ എല്ലാം പാളി. ഇനി നമ്മൾ മക്കൾ നന്നാകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മക്കൾ അനുസരണയുള്ളവരെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചിട്ടില്ല. പിന്നെങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കളുണ്ടാവും? അതുണ്ടാവാൻ പ്രയാസമാണ്. അതുകൊണ്ട് രോഗം കണ്ടെത്തി ചികിത്സിച്ചെങ്കിലേ അസുഖം മാറുകയുള്ളൂ. എവിടെങ്കിലും വ്രണം കാണുമ്പോൾ ആ വ്രണത്തിൻ്റെ പുറത്ത് മരുന്ന് വെച്ച് കെട്ടിയാൽ ആ വ്രണം ഉണങ്ങുകയില്ല. അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി ചികിത്സിച്ചെങ്കിൽ മാത്രമേ അത് സുഖപ്പെടുകയുള്ളൂ. ഇതുപോലെ മക്കൾ അനുസരണയില്ലെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, വേറെ കാരണങ്ങളുണ്ട്. ഇതെല്ലാം ഒത്താലും ചിലപ്പോൾ അനുസരണക്കേട് വരാൻ സാധ്യതയുണ്ട്. അത് വളരെ അപൂർവമാണ്. എന്നാലും അടിസ്ഥാനപരമായ ഘടകങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇനി അങ്ങനെ മണിയറയിലും പേക്കൂത്തുകളാണ്. മണിയറയിൽ പലവിധ പാട്ടുകളും കൂത്തുകളും വീഡിയോയും ഒക്കെ ഇട്ടുകൊണ്ടാണ് അവൻ്റെ ദാമ്പത്തിക ബന്ധത്തിൽ അവൻ അള്ളാഹുവിനെ പേടിച്ചിടപെടേണ്ടവൻ. പടച്ചവന്റെ അനുഗ്രഹത്തിൻ്റെ പേരിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്ത് അള്ളാഹുവിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഒളുവോടുകൂടെ ഭയഭക്തിയോടുകൂടെ ഫാത്തിഹയും യാസീനും ഒക്കെ ഓതി ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലി ആത്മീയവൽക്കരിക്കേണ്ട മണിയറ കൊട്ടും പാട്ടും വീഡിയോയും അരങ്ങു തകർക്കുന്ന പൈശാചികത്വത്തിൻ്റെ കേളീരംഗമാക്കി മാറ്റിക്കൊണ്ട് വേണമെങ്കിൽ മണിയറ രഹസ്യങ്ങൾ പോലും വീഡിയോയിൽ പിടിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന കൊടിയ പിശാചിൻ്റെ പണിയെടുക്കുന്ന ദുഷ്ടന്മാരും വഞ്ചകന്മാരുമായി കാലഘട്ടം മാറിയിരിക്കുന്നു.
സ്വന്തം ഭാര്യയെ അവൾ അറിയാതെ ചതിക്കുന്നു, സ്വന്തം ഭാര്യയെ അവൾ അറിയാതെ വഞ്ചിക്കുന്നു, അവളുടെ ശരീര സൗന്ദര്യം അനുവദിക്കപ്പെടാത്തവർക്ക് അവൻ പങ്കുവെക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ഏറ്റവും കൂടുതൽ കോപം, ദേഷ്യം പിടിക്കുന്നത് ഒരുത്തനോടാണ്. ഏതൊരുത്തനോടാണ്? അവൻ അല്ലാഹു ഹലാലായ ദാമ്പത്തിക ജീവിതം അനുവദിച്ചു കൊടുത്തു. ആ ദാമ്പത്തിക ജീവിതത്തിൻ്റെ വൈകാരിക രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു പങ്കുവെച്ചു കൊടുക്കുന്നവൻ, അവനോട് അള്ളാഹുവിനെ വലിയ കോപമാണെന്നും നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു തആല അവൻ്റെ മുഖത്ത് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ലെന്നും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ ചെറുപ്പക്കാരാ, എത്ര ചതിയാണ് നീ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ വളരെ ഗൗരവത്തിൽ പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കേണ്ടതുണ്ട്. ഭാര്യമാരെ മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം ഇറക്കി വിടരുത്. ഭാര്യമാരെ മാനം മറയ്ക്കാതെ, ഔറത്ത് മറയ്ക്കാതെ, ശരീരം മുഴുവൻ മറയ്ക്കാതെ അവരെ പുറത്തു കൊണ്ടുപോകരുത്. അകത്ത് കയറി വരുന്ന ആണുങ്ങൾ അവർക്ക് കാണൽ ഹലാലായ മഹറമുമാരല്ലെങ്കിൽ അവർക്ക് കാണാൻ അനുവാദം കൊടുക്കരുത്. ഇങ്ങനെയൊക്കെ ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കണമെന്ന് ഖുർആൻ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്ന വസ്തഹലൽതും ഫുറൂജഹുന്ന ബി അമാനത്തില്ലാ, നിങ്ങളുടെ ഭാര്യമാർ അമാനത്താണ്, അള്ളാഹുവിൻ്റെ അമാനത്താണ്. ആ അമാനത്തിൽ നിങ്ങൾ ചതി വരുത്തരുത്. അവളുടെ സൗന്ദര്യം മറ്റൊരാൾക്ക് വാക്കാൽ പോലും പറയാൻ പാടില്ലെന്ന് ശറഅ് പറയുമ്പോൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് കൂട്ടുകാരാകുന്ന ചെറുപ്പക്കാരെ ത്രില്ല് പിടിപ്പിച്ച് വൈകാരിക ഉത്തേജനം നടത്തി കൊടും പാപങ്ങളിലേക്ക് എത്തിക്കുന്ന ക്രൂരമായ ചതി നീ ചെയ്തു പോയാൽ അള്ളാഹുവിൻ്റെ കോപം നിന്റെ മേലുണ്ടാകുമെന്നും നിനക്ക് അള്ളാഹുവിൻ്റെ നോട്ടം പാരത്രിക ലോകത്ത് ലഭിക്കുകയില്ലെന്നും പറഞ്ഞാൽ നീ നരകത്തിൻ്റെ അടിമയായെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയൊക്കെയാണ് ചെറുപ്പക്കാർ മതിമറന്ന് പ്രവർത്തിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ നിർദ്ദേശങ്ങൾ പരിപാലിക്കുന്നവർക്കല്ലാതെ അത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. വടിയെടുത്തിട്ടോ കത്തിയെടുത്ത് ഭയപ്പെടുത്തിയിട്ടോ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, വിവാഹം കഴിക്കുന്ന സമയം മുതൽ, നിന്റെ വിവാഹത്തിൻ്റെ സന്ദർഭം മുതൽ നീ സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അനുസരണയുള്ള മക്കളെയും അള്ളാഹുവിനെ ആരാധിക്കുന്ന മക്കളെയും മരിച്ചാൽ ഖബറിൽ കിടന്നാൽ ഔ വലദിൻ സാലിഹിൻ, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ അടിസ്ഥാനപരമായി തന്നെ പ്രവർത്തിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. അപ്പോൾ കല്യാണം ഹറാമില്ലാതെ നടത്തണം, മണിയറ ജീവിതം ഹറാമില്ലാതെ പോകണം. ഗർഭസ്ഥ ശിശുവിന് പോലും ഒരുവിധ പാപങ്ങളും ഒരുവിധ തെറ്റുകളും കേൾക്കാൻ നമ്മൾ ഇടയാക്കരുത്. നമ്മൾ കേൾക്കുന്നത് നമ്മുടെ കുഞ്ഞും കേൾക്കുന്നു, നാം കഴിക്കുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ പള്ളയിലും എത്തുന്നു. ആ കുഞ്ഞ് വളരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പറയപ്പെട്ട ബന്ധങ്ങളെല്ലാം ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും അകമ്പടിയോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലാതെ, അല്ലെങ്കിൽ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ എന്ന ദിക്റ് ചൊല്ലാതെ ദാമ്പത്തിക ബന്ധം നാം പുലർത്താൻ പാടില്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമുക്ക് ഒരു സെക്കൻഡ് പോലും ജീവിതത്തിൽ വരാൻ പാടില്ല. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, എപ്പോഴും അല്ലാഹ് എന്ന ചിന്തയും പേടിയും ഉണ്ടോ, ആ കുടുംബം സുഭദ്രമായിരിക്കും. ഇനി അങ്ങനെ കുഞ്ഞ് വളരുന്നു, പ്രസവിക്കുന്ന സമയത്തും ഈ കുഞ്ഞിൻ്റെ ഭാവി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞിൻ്റെ പ്രസവം ആദ്യമായി പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീഴുകയാണ്. ആദ്യമായി പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ ചെവിയിൽ അല്ലാഹ് എന്ന ദിക്റ് വേണം ആദ്യമായി കേൾക്കാൻ. വലത്തെ കാതിൽ ബാങ്കിൻ്റെ ഒലിയും ഇടത്തെ കാതിൽ ഇഖാമത്തിൻ്റെ ഒലിയും ഏത് കുട്ടിയാണെങ്കിലും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കേൾപ്പിക്കൽ സുന്നത്താണെന്ന് ഇസ്ലാം പഠിപ്പിച്ചത് ആ കുഞ്ഞിൻ്റെ ഭാവി ഭാസുരമാകാൻ വേണ്ടിയാണ്. ഹോസ്പിറ്റലുകളിൽ പ്രസവിക്കുന്നു, കുഞ്ഞുങ്ങളെ അവിടുത്തെ സിസ്റ്റേഴ്സ് കൊണ്ടുപോകുന്നു, അവർ കുറേ കഴിഞ്ഞ് കൊണ്ടുതരുന്നു.
അപ്പോഴാണ് നമ്മൾ ബാങ്ക് വിളിക്കുന്നത്. അവർ കൊണ്ടുപോയി അവരുടെ വഴക്കും വർത്തമാനവും ചെലപ്പും എല്ലാം കേട്ട് തഴമ്പിച്ച കാതിലേക്കാണ് പിന്നീട് അള്ളാഹുവിൻ്റെ നാമം കേൾക്കുന്നത്. നമ്മൾ ചില പെൺകുട്ടികൾ, ചില ഉമ്മമാർ, അവരെ ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ പലപ്പോഴും പല ക്ലാസ്സുകളിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബാങ്ക് മൊത്തമൊന്നും വിളിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രസവ വേദന കൊണ്ട് അല്ലാഹ് വിളിച്ചാൽ ആ കുഞ്ഞ് പുറത്ത് വരുമ്പോഴത്തേക്ക് വേദന ഇല്ലെങ്കിൽ ഒരു വിളി വിളിച്ചേക്കണം. സിസ്റ്റർമാരും ഒക്കെ കേട്ടോട്ടെ, പ്രസവ വാർഡിലുള്ള എല്ലാവരും കേട്ടോട്ടെ, അതിനകത്തൊന്നൊരു കുഴപ്പമില്ല, വേദന ഉണ്ടെന്ന് അവർ ധരിച്ചോളും. ഇനി ഒരു പക്ഷേ വേദനയില്ലെങ്കിലും അല്ലാഹ് എന്നൊരൊറ്റ വിളി അത് ആ കുഞ്ഞിൻ്റെ കാതുകളെ പ്രകമ്പനം കൊള്ളിക്കണം. പിന്നെ കൊണ്ടുപോട്ടെ, ബാങ്കൊക്കെ നമുക്ക് പിന്നെ കേൾപ്പിച്ചാലും മതി. അങ്ങനെ ബാങ്ക് കൊണ്ട് ചെവി തുറക്കണം. ഒരു മഹാനായ വ്യക്തിയുടെ ദിക്റും സ്വലാത്തും ആത്മീയതയും ആദരവും ഈമാനും മഅരിഫത്തുമുള്ള ഒരാളിൻ്റെ ഉമിനീര് കൊണ്ട് ആദ്യമായ കുഞ്ഞ് നുണയ്ക്കണം. ഉമ്മയുടെ അമ്മിഞ്ഞിപ്പാൽ കൊടുക്കും മുമ്പ്, മറ്റേതെങ്കിലും മരുന്ന് കൊടുക്കും മുമ്പ് ദിക്റ് ചൊല്ലിയ ഒരു തുള്ളി ഉമിനീര്, ദിക്റ് ചൊല്ലിയ ഒരു തുള്ളി ഉമിനീര്, ബിസ്മി ചൊല്ലിയ ഒരു തുള്ളി ഉമിനീര്, നിസ്കാരമുള്ള സ്വാലിഹായൊരു മനുഷ്യൻ്റെ ഒരു തുള്ളി ഉമിനീര് ആ കുഞ്ഞിൻ്റെ നാക്കിനെ നുണപ്പിക്കണം. അങ്ങനെ കാതും നാക്കും ഒക്കെ നന്നായി അൽഹംദുലില്ലാഹ് അത്തരം കുഞ്ഞുങ്ങൾ ഈമാനികമാകുന്ന പ്രസരിപ്പോടെ വളർന്നു വരും. ഒരുപാട് ചിട്ടകൾ. ഉമ്മമാർ പാല് കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ബിസ്മി ചൊല്ലാതെ ആ കുഞ്ഞിനെ പാല് വെച്ച് കൊടുക്കരുത്. ബിസ്മി ചൊല്ലാതെ ഒരു മരുന്ന് പോലും കൊടുക്കരുത്. ബിസ്മി ചൊല്ലാതെ പാലോ ചായയോ വെള്ളമോ ഒന്നും ഒരു കുഞ്ഞിൻ്റെ വായിലേക്ക് ഉമ്മ വെച്ച് കൊടുക്കരുത്. അതിൻ്റെ മുമ്പ് ഉമ്മ ഇതൊന്നും ചൊല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കരുത്. അങ്ങനെ ഉമ്മയും ബാപ്പയും ദീനിയായി വളരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അനുസരണയുള്ള ബൃഹത്തായ മക്കളായി മാറും. സുബ്ഹാനല്ലാഹ്. പിന്നെ ഉമ്മയും ബാപ്പയും ഹറാമുകളിൽ ഇടപെടരുത്. അവർ കാണുന്നതും അവർ കേൾക്കുന്നതും മക്കളുടെ ജീവിതത്തിൽ മാതൃകയായി മാറും. കണ്ട പെണ്ണുങ്ങളുമായി ഇടപെടുന്നൊരു പിതാവ്, കണ്ട ആണുങ്ങളുമായി ഇടപെടുന്നൊരു മാതാവ്, അവിടെ ഒരു കുഞ്ഞെങ്ങനെ ഇസ്ലാമികമായി വളരും? വളരാൻ പ്രയാസമാണ്. അതുപോലെ ഇന്ന് ഇത്തരത്തിലുള്ള ആത്മീയമാകുന്ന അടുക്കും ചിട്ടയുമുള്ള ജീവിതം പരിശുദ്ധ ഇസ്ലാം എണ്ണിപ്പറക്കി പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ പറയുന്ന വേദിയിൽ പോലും വരാൻ ആളില്ല, കേൾക്കാൻ ആളില്ല. പിന്നെ കുറേ വാട്സപ്പുകളും ഫേസ്ബുക്കുകളുമായി ഉമ്മയും ബാപ്പയും മക്കളുമെല്ലാം സമയം കളയുന്നു. അറിവ് പറഞ്ഞ ഉസ്താദേ എല്ലാ വയലും വാട്സപ്പിലുണ്ട്. വാട്സപ്പിലെ വയലിന് ബറക്കത്തില്ല. ഒരു ആലിമിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ബറക്കത്ത് വാട്സപ്പിലൂടെ കേട്ടാൽ ഉണ്ടാകില്ല. ഒരു നേരിട്ട് കേൾക്കുന്ന ബാങ്കിൻ്റെ ഹുറുമത്ത് വാട്സപ്പിലൂടെ കേൾക്കുന്ന ബാങ്കിനെ ഉണ്ടാവുകയില്ല. വാട്സപ്പ് അതൊരു ഉപകരണമാണ്. ആ ഉപകരണം ശബ്ദിക്കുന്നു എന്നേ ഉള്ളൂ. അത് നമുക്കൊരു ഇബാദത്തായി ഏറ്റെടുക്കാൻ കഴിയില്ല. ആയതിനാൽ സ്വാലിഹീങ്ങളുടെ വായിൽ നിന്ന് കേൾക്കണം, നല്ലവരുടെ മനുഷ്യരുടെ വായിൽ നിന്ന് കേൾക്കണം. ആ കേൾവിയാണ് അനുഗ്രഹത്തിൻ്റെ കേൾവിയും ബറക്കത്തുള്ള കേൾവിയും ആദരവുള്ള കേൾവിയും അതുതന്നെയാണ്. ഈ നിലയിൽ നമ്മൾ സ്വലാഹിയത്ത് ചിന്തിച്ച് ജീവിക്കുമ്പോഴാണ് ഔ വലദിൻ സ്വാലിഹിൻ, സ്വാലിഹായ കുട്ടി ഇത്തരത്തിൽ ബിസ്മി ചൊല്ലി വളർത്തി, ബിസ്മി ചൊല്ലി പഠിപ്പിച്ച്, ബിസ്മി ചൊല്ലി മാറ്റിയെടുക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് മാ നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞ് നിങ്ങൾക്ക് താങ്ങും തണലുമായെത്തും. മാ നിങ്ങൾ ഖബറിൽ പ്രതിസന്ധിയിൽ കിടന്നാലും ആ കുഞ്ഞ് ഉപകരിക്കും. പ്രിയപ്പെട്ട പിതാവേ, ആ കുഞ്ഞിനെ കലോത്സവത്തിന് വിട്ട് പ്രൈസ് വാങ്ങിച്ച് മിടുക്കനാക്കാൻ നിൽക്കാതെ ആത്മീയതയുടെ അറിവിൻ്റെ ലോകത്തേക്ക് ആ കുഞ്ഞിനെ അനുസരണയുള്ളവനാക്കി വളർത്തിയെടുക്കുക. സ്കൂളിൻ്റെ രംഗങ്ങൾ ഇന്ന് വളരെ മോശമാണ്. സ്കൂൾ കലോത്സവങ്ങൾ, കായിക താരങ്ങൾ, പലവിധ മേളകൾ, ഇതിനെല്ലാം ഉമ്മമാര് കുഞ്ഞുങ്ങളെ ഒരുക്കി വിടുകയാണ്. ഓണക്കളിക്ക് വേണ്ടി സ്വന്തം തള്ളമാര് കൊച്ചുമക്കൾക്ക് കശവും അതുപോലെ ഉടുപടകളും വാങ്ങിച്ചൊരുക്കി വിടുകയാണ് സ്കൂളിലേക്ക്. കുഞ്ഞിനെ നരകത്തിലേക്ക് ഒരുക്കി വിടുകയാണ് എന്ന് ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കുഞ്ഞ് കുറ്റക്കാരനല്ല, ആ കുഞ്ഞിന് പാപമില്ല.
ആ കുഞ്ഞിനെ വേഷം കെട്ടിക്കൊടുത്ത ഉമ്മയ്ക്കും വാപ്പയ്ക്കുമാണ് പാവമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുഹവ്വിദാനിഹി. കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നത് മാതാപിതാക്കളാണ്. ആ കുഞ്ഞിന് അത്തരത്തിലുള്ള കളി വേഷം ധരിപ്പിച്ച് വിടുമ്പോൾ തന്നെ ആ ഉമ്മ മനസ്സിലാക്കിക്കോ, എൻ്റെ കുഞ്ഞിനെ പിശാചിൻ്റെ വഴിയിലേക്ക് ഞാൻ തന്നെ ഒരുക്കി വിടുകയാണ്. വേണ്ട, അങ്ങനെ ഒരുക്കരുത്. ഒരുക്കി വിട്ടില്ലെങ്കിൽ പഠിപ്പിക്കാത്ത സ്കൂളിൽ ആ കുട്ടിയെ പഠിപ്പിക്കണ്ട. വേറെ സ്കൂളുകളുണ്ട്, ഇസ്ലാമികമായ സ്കൂളുകൾ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേക്കുരാത്തികൾക്ക് നിർബന്ധിപ്പിക്കാത്ത സ്കൂളുകൾ ഉണ്ടാവും. ഇഷ്ടമുള്ള കുട്ടികൾ വന്നോട്ടെ, ഇഷ്ടമുള്ള കുട്ടികൾ വേണ്ട. ഏതെങ്കിലും സ്കൂളിൽ നിർബന്ധിച്ചാൽ ആ സ്കൂളിൽ പോയി ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇന്ത്യ രാജ്യത്ത് ഓരോ രക്ഷകർത്താക്കൾക്കുമുണ്ട്. ഒരു സ്കൂളിലും ഒരു മതത്തിൻ്റെ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഇന്ത്യ രാജ്യത്ത്. അതുകൊണ്ട് തന്നെ പൊതു സ്കൂളുകളിൽ അങ്ങനെ നിർബന്ധിച്ചാൽ ആ നിർബന്ധത്തിനെതിരെ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് പിതാവിനെ അവിടുത്തെ ഓഫീസിലേക്ക് ചെന്ന് ഹെഡ് മാസ്റ്ററോട് പരാതി പറഞ്ഞ് അത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് കുഞ്ഞിനെ ഒഴിവാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ പരിശ്രമിക്കണം. എല്ലാവരും ചെയ്യുന്നില്ല ഉസ്താദ്, ഇതൊക്കെ ഇക്കാലത്ത് എങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മുടെ കുഞ്ഞ് ഒറ്റപ്പെട്ടു പോവും, മറ്റേതായി പോവും. ഇങ്ങനെ പല പല്ലവികളും പറയാൻ കാണും. ഈ പല്ലവികളൊക്കെ പറയാൻ നാക്കും മൂക്കും ഉള്ള കാലത്തല്ലേ പറ്റുള്ളൂ. അത് ദുനിയാവാണ്. ആഖിറത്തിൽ എന്ത് പല്ലവി നിങ്ങൾ പറയും? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പരലോകം നിങ്ങൾ മറക്കരുത്. പരലോകത്തുള്ള പ്രശ്നം എന്താണ്? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഇനി നാക്കുകൊണ്ട് സംസാരിക്കണ്ട. നാക്കുള്ളപ്പോഴല്ലേ ഇതൊക്കെ പറയുന്നത്. അതങ്ങനെ ഒന്നില്ല, ഇങ്ങനെ ആയിപ്പോ ഉസ്താദേ, അങ്ങനെ ആയിപ്പോ ഉസ്താദേ എന്നൊക്കെ പറയാൻ നാക്ക് വേണ്ടേ? ആഖിറത്തിൽ അല്ലാഹു സൂറത്ത് യാസീൻ പറയുന്നു, വനഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വാകളുടെ മേൽ നാം സീല് വെക്കുന്നു. വതുകല്ലിമുനാ ഐദീഹിം, തുകല്ലിമുന നാം സംസാരിപ്പിക്കുന്നു. ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട് നാം സംസാരിപ്പിക്കുന്നു. കണ്ടോ, കൈ പറയും, എൻ്റെ മോക്ക് ഞാൻ കശവുടുപ്പിച്ച് ഓണക്കളിക്ക് വിട്ടു. കൈകൾ പറയും, നാക്ക് പറയണ്ട. കൈ പറയും, കാല് പറയും, എൻ്റെ മോളെയും പിടിച്ച് ഞാൻ ആ കുതിരക്കളിക്ക് അല്ലെങ്കിൽ കുരങ്ങ് കളിക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കളി നടത്താൻ വേണ്ടി എൻ്റെ മോളെ ഞാൻ കൈക്ക് പിടിച്ച് നടന്ന് സ്കൂളിൽ കൊണ്ടാക്കി കൊടുത്തു. കാലുകൾ പറയും. അപ്പം നാക്കുകൾ സീല് വെക്കുകയും കൈകൾ സംസാരിക്കുന്നൊരു നാൾ, കാലുകൾ സംസാരിക്കുന്നൊരു നാൾ, ആർക്കും കളവ് പറയാൻ പറ്റാത്തൊരു നാൾ ഇവിടെ വരുമെന്ന് അല്ലാഹുവിൻ്റെ വചനങ്ങൾ ഉച്ചരിച്ച് നീ ഏറ്റെടുത്ത അമാനത്തായ പെണ്ണിൻ്റെ പള്ളയിൽ ഹറാമായ സമ്പാദ്യം കൊണ്ടുപോയി കൊടുക്കുന്നവനെ, നീ ചതിയനല്ലേ, നീ ദുഷ്ടനല്ലേ, വഞ്ചകനല്ലേ? നിന്നെ അല്ലാഹു വെറുതെ വിടുമോ? നീ കഴിച്ചതിൻ്റെ പുറമെ പിഞ്ചോമന മക്കൾക്ക് ഹറാമ് കൊടുക്കുന്നു. പാവപ്പെട്ട ഒന്നുമറിയാത്ത നിഷ്കളങ്കയായ നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അവൾ അറിയുന്നില്ല ഹറാമിൻ്റെ മുതലാണ് കൊണ്ട് തള്ളുന്നതെന്ന്. വഞ്ചകനല്ലേ, ചതിയനല്ലേ? മൻ വശനാ ഫലൈസ മിന്നാ. നമ്മളുടെ മതത്തിൽ ചതി കാണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് ചതി കാണിക്കുന്നവൻ അവൻ എന്നിൽ പെട്ടവനല്ല, എൻ്റെ മതത്തിൽ പെട്ടവനല്ലവൻ, മതത്തിൽ നിന്ന് പുറത്താണവൻ. അത്രയും ഗൗരവത്തിൽ പഠിച്ച ചതി സ്വന്തം ഭാര്യയോട് തന്നെ ചതി കാണിക്കുകയാണ്. വേറെ ചിലരുണ്ട്, 5 ലക്ഷം രൂപ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അതിന് 5000 രൂപ പലിശ കിട്ടുന്നു, ഒരു നഷ്ടവുമില്ല. മുതൽ അവിടെ അങ്ങനെ കിടക്കും. 5 ലക്ഷം 5000 രൂപ മാസം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് വളരെ സന്തോഷത്തോടെ നെയ്മീനും മട്ടനും ബിരിയാണിയും മേടിച്ച് മക്കൾക്ക് കൊണ്ട് കൊടുക്കുകയാണ്, ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ഇന്നാലില്ലാ, ശവം തീറ്റിക്കുകയാണ്.
ശവം തീറ്റിക്കുകയാണ് ഈ പിതാവ്. ദുഷ്ടനല്ലേ? അള്ളാഹു പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസ് വൽ ഹിജാറ. ഖുർആൻ എത്ര ആനന്ദത്തോടെ വിളിച്ചു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ളവരെ, ഖൂ അൻഫുസക്കും, നിങ്ങളുടെ ശരീരങ്ങൾ നരകത്തിൽ വീഴാതെ കാക്കണേ. നിങ്ങളുടെ ശരീരങ്ങളിൽ ഹറാം തീറ്റിക്കല്ലേ, ഹറാം തീറ്റിക്കല്ലേ. വാഹിലീക്കും, അഹ്ലെന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളുമാണ്. നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഹറാം തീറ്റിക്കല്ലേ. നരകത്തിൽ എത്തുന്ന ഒരു കാര്യവും അതാ നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും നൽകല്ലേ, നിങ്ങളും നൽകല്ലേ. നിങ്ങളുടെ ഭാര്യയെ ഔറത്ത് മറയ്ക്കാതെ പുറത്തിറങ്ങാൻ അനുവദിക്കല്ലേ. തലമറയ്ക്കാതെ പോകല്ലേ, മുഖം മറയ്ക്കാതെ പോകല്ലേ, കാലിൻ്റെ അടിപ്പള്ള പോലും മറയ്ക്കാതെ ഇറങ്ങല്ലേ. അന്യപുരുഷൻ്റെ മുമ്പിൽ കൈപ്പള്ളകൾ പോലും തുറന്ന് കാണിക്കല്ലേ. നിസ്കരിക്കാൻ നേരത്ത് മുങ്കൈ മറയ്ക്കണ്ട, മുഖവും മറയ്ക്കണ്ട. നിസ്കരിക്കാൻ നേരത്ത് മുങ്കയും മറയ്ക്കണ്ട, മുഖവും മറയ്ക്കണ്ട. പക്ഷേ അന്യപുരുഷന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ മുങ്കയും മുഖവും അടക്കം ഔറത്താണ്, മറയ്ക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓ പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ, ദുനിയാവിൽ കുറേ പ്രയാസങ്ങളൊക്കെ വരും. ഹലാലായ ജീവിതം നയിക്കുന്നത് കൈപ്പള്ളയിൽ തീക്കട്ട വെക്കുന്നത് പോലെ പ്രയാസകരമായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇസ്ലാമിക ജീവിതം നയിക്കുന്നത് കൈപ്പള്ളയിൽ തീക്കട്ട വെച്ചിരിക്കുന്നത് പോലെ പ്രയാസകരമായിരിക്കുന്ന കാലം വരും. ആ കാലമാണ് ഈ കാലം. പക്ഷേ പാരത്രികമായി ചിന്തിക്കുമ്പോഴോ, മൻ തമസ്സക ബിസുന്നതി, ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കൂ, എൻ്റെ ചര്യ അനുസരിച്ച് ജീവിക്കൂ. ഇന്ദ ഫസാദി ഉമ്മത്തി, ഈ ഉമ്മത്ത് ഇസ്ലാമികമാകുന്ന സംസ്കാരങ്ങളെ അവഗണനയോട് കാണുന്ന കാലഘട്ടത്ത് ഇസ്ലാമിക സംസ്കാരത്തെ പുതുമയോടെ നിലനിർത്തുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വ്യക്തി, ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, 100 ഷഹീദിൻ്റെ കൂലി അല്ലാഹു തആല അവന് നൽകും. സുബ്ഹാനല്ലാഹ്, 100 ഷഹീദിൻ്റെ കൂലിയാണ്. ഇസ്ലാമിക വേഷം ധരിച്ചൊരു പെൺകുട്ടി പോകുമ്പോൾ അവളെ കളിയാക്കാൻ ആളുണ്ടാവും, അവളെ കൂക്കി വിളിക്കാൻ ആളുണ്ടാകും. അതെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവൾക്ക് 100 ഷഹീദിൻ്റെ കൂലിയാണ്. ഹറാമ് തിന്നാതിന്ന് ജീവിക്കുന്നത് എങ്ങനെ? മാഷാ അല്ലാഹ്, വലിയ പ്രയാസമാണ്. ഹറാമ് തിന്നാതെ ജീവിക്കാൻ പ്രയാസപ്പെട്ട കാലമാണ്. നമ്മുടെ അറിവിൽ ഹറാമ് വരരുത്, അത്രേ നമുക്ക് സൂക്ഷിക്കൽ നിർബന്ധമുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തെരഞ്ഞു പോകേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് ഹറാമാണെന്ന് ബോധ്യപ്പെടാതെ നമ്മളുടെ ഭക്ഷണം, എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കുന്നത്, എങ്ങനെ നമ്മുടെ മക്കൾ നല്ലവരായി തീരും? ചെറുപ്പക്കാരാകുന്ന മക്കൾക്ക് എന്താ കൊടുക്കുന്നത്? ചിക്കൻ ബിരിയാണി. എന്താണ് ഈ ചിക്കൻ? എവിടുന്നാണ് ഈ ചിക്കൻ? ഒന്നും അറിയണ്ട. വണ്ടിയിൽ പോകുന്ന വഴിക്ക് മക്കൾ പറയും, ബാപ്പ റെസ്റ്റോറൻറ്റ് നിർത്തു, ദാ മന്തി, പിന്നെ അതുപോലെയുള്ള മട്ടൻ എന്നൊക്കെ കേൾക്കുമ്പോൾ പിള്ളേർ പറയും, ബാബ്ജി ചിക്കൻ മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിത്തരാൻ പറയും. മക്കളോടുള്ള സ്നേഹം കൊണ്ട് വണ്ടി ചവിട്ടും, ഹോട്ടലിൽ കയറും, മന്തിയെങ്കിൽ മന്തി, ചിക്കനെങ്കിൽ ചിക്കൻ, പിന്നെ മട്ടനെങ്കിൽ മട്ടൻ വാങ്ങി ഇങ്ങനെ കൊടുക്കും. മോനെ, ഈ മന്തിയിൽ കിടന്ന് നല്ല പുഴുവിയിരിക്കുന്ന ഈ കോഴിയെ ആരാണ് അറുത്തത്? അല്ലല്ലോ, അതൊന്നും നമ്മളറിയില്ല. കടയുടെ പേര് കണ്ടപ്പോൾ നല്ല കട ഹോട്ടൽ, അസ്സലാമു അലൈക്കും, നല്ല കട, സലാം പറഞ്ഞ് കണ്ടുകൊണ്ട് അവിടെ കയറി. അവിടെ കൊണ്ടുവരുന്നത് അവർ എവിടുന്നോ ഓർഡർ ചെയ്യുകയാണ്. ഓർഡർ ചെയ്തിട്ട് കടയിലേക്ക് കൊണ്ടിറക്കി കൊടുക്കുന്ന, കൊത്തിയെരിഞ്ഞു കൊടുക്കുന്ന മാംസങ്ങളാണ്. അതിൽ ചത്ത കോഴിയുണ്ടോ? ഇസ്ലാമികമായി അറുത്ത കോഴിയാണോ? ആരാണിത് നോക്കുക?
ചിക്കൻ അങ്ങ് വാങ്ങിക്കൊടുക്കും, മട്ടൻ അങ്ങ് വാങ്ങിത്തിന്നും. മട്ടൻ എവിടുന്നാണ് ഈ മട്ടൻ? എവിടുന്നൊക്കെയോ ഓർഡർ ചെയ്യുന്ന ഗോഡൗണുകളിൽ നിന്ന് മാംസം, ആട്ടിൻ്റെ മാംസം എന്നും പറഞ്ഞ് കൊത്തിയെരിഞ്ഞ് കൊണ്ട് കൊടുക്കുകയാണ്. ഇത് അറുത്തതാണോ? അറുത്തെങ്കിൽ അറവ് സഹീഹാണോ? ആരാണ് അറുത്തത്? എവിടാണ് അറുത്തത്? ചത്തതാണോ? ആരാണ് അറിയുക? നജസല്ലേ? അത് ഹറാമല്ലേ? ഇങ്ങനെ അന്വേഷിക്കാതെ തിന്നുന്ന തീറ്റി, ഇതൊക്കെ തിന്നു വളരുന്ന ശരീരം എങ്ങനെയാണ് സ്വർഗത്തിലെത്തുക? സുബ്ഹാനല്ലാഹ്. ഉസ്താദേ, ഇക്കാലത്തൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, വലിയ പ്രയാസകരമാണ്. പുറത്തിറങ്ങിയാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാംസം കഴിക്കണ്ട എന്ന് മക്കളോട് പറഞ്ഞൂടെ? മോനിക്ക് എന്ത് വേണം? ചിക്കൻ വേണോ? വാപ്പിച്ച് വീട്ടിൽ വരട്ടെ, കോഴിക്കടയിൽ വാപ്പ പോയി കോഴിയെ പിടിച്ച് അറുത്ത് നിനക്ക് കൊണ്ടുവന്ന് തരാം, നിനക്ക് എന്ത് വേണമെങ്കിലും പൊരിച്ചു തരാം. നമ്മൾ അറവ് പഠിക്കണം. നമ്മൾ കടയിൽ പോയി കോഴിയെ വാങ്ങി അറുക്കണം, എന്നിട്ടത് കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്തോ, എത്ര സന്തോഷമാണ്. അല്ലെങ്കിൽ അറവറിയുന്ന ആളുകളെ കൊണ്ട് അറുത്തു വാങ്ങണം. വീട്ടിലൊരാട്ടിനെ വാങ്ങിയോ? ഒരു കൊല്ലത്തിലൊരാട്ടിനെ വീട്ടിൽ വാങ്ങിച്ചോ? ഉസ്താദ്മാരെ വിളിച്ച് അറിയുന്ന അറിയുന്ന ആളുകളെ വിളിച്ച് അർപ്പിച്ചോ? എന്നിട്ട് മക്കൾക്ക് മട്ടനും ഒക്കെ ഉണ്ടാക്കി കൊടുത്തോ? സന്തോഷം തന്നെ. ഇതൊന്നും അറിയാതെയുള്ള തീറ്റി. അതുകൊണ്ട് പുറത്തിറങ്ങിയ, അല്ലെങ്കിൽ അത്രയും വിശ്വസ്തരായ നമുക്ക് ബോധ്യപ്പെട്ട, അത്രയും വിശ്വസ്തരായി നമുക്ക് ബോധ്യപ്പെട്ട ആളുകൾ നടത്തുന്ന കടയും കച്ചവടവും വളരെ നമ്മൾ അന്വേഷിച്ച് ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹോട്ടലിൻ്റെ പേര് കണ്ടുകൊണ്ട് കയറിയിട്ട് കാര്യമില്ല. മുതലാളി മുസ്ലിമാന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ കാര്യമുണ്ടാവില്ല. അവർക്കൊന്നും കാശും കച്ചവടവും എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തും അതൊന്നും ഇക്കാലത്ത് നടക്കൂല ഉസ്താദേ. 10 കിലോ മട്ടൻ എല്ലാ ദിവസവും ഇവിടെ എത്തിക്കണമെന്നും പറഞ്ഞ് ഒരു സുബേറാക്കായി ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ ഇവിടെ കൊണ്ടുതരും, അതിവിടെ വെച്ച് കൊടുക്കും. ഇതിൻ്റെ പുറകെ അറുത്ത ആരാന്ന് പറഞ്ഞ് നോക്കിപ്പോകാനും നേരമില്ല എന്നൊക്കെയായിരിക്കും അവരുടെ പരിഹസിക്കുന്ന മറുപടിയായിരിക്കും. പരിഹസിച്ചോട്ടെ, പരിഹാസം ദുനിയാവിലല്ലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഫാമിലിയുമായി പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പുറത്ത് നാം സഞ്ചരിക്കുമ്പോൾ ദയവ് ചെയ്ത് മാംസഭക്ഷണം തൽക്കാലം അങ്ങ് നിർത്തിയേക്കണം. വെജിറ്റബിൾ കഴിച്ചോളീൻ, മീൻ കഴിച്ചോളീൻ. മീൻ ഏത് ഹോട്ടലിൽ നിന്നും കഴിക്കാമല്ലോ, മീനിനെ അറക്കേണ്ട കാര്യമില്ലല്ലോ, ചത്ത മീൻ തന്നെ മതിയല്ലോ. അതുകൊണ്ട് വിശേഷ പ്രശ്നമില്ല. മീനോ വെജിറ്റബിളോ വാങ്ങിക്കഴിച്ചോ, എന്താ പുറത്തും മട്ടൻ തന്നെ വേണമെന്ന് കഴിച്ചോളീൻ. പക്ഷേ നമുക്ക് വിശ്വസ്തമാകുന്ന രൂപത്തിൽ നാം സംവിധാനം ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പിടിച്ചാൽ കിട്ടാത്തവരായിത്തീരും. നിങ്ങൾക്കറിയില്ല അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ? അബൂ ദുജാന റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകെ ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിച്ച് ശീലിച്ച മഹാനായ സഹാബിയാണ്. ആ സഹാബി വളരെ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിലെ സഹാബി. പണ്ടേ നമ്മൾ കേൾക്കാറുള്ള സംഭവങ്ങളാണ്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കുന്നത് നല്ലതാണ്. ആ മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം കൊടും പട്ടിണിയിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി വരികയാണ്. മക്കൾക്കൊന്നും കൊടുക്കാനില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. കുറേ നേരം ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലത്തെ കഥ നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ വായിച്ചതുപോലെ ആ ഉമ്മ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. കുറേ നേരം കാത്തിരുന്ന് ഇപ്പം വെന്ത് ഉമ്മ തരുമെന്നും പറഞ്ഞ് കാത്തിരുന്ന് ക്ഷീണിച്ചവശരായ മക്കൾ അവിടെ ഇവിടെയും കിടന്നങ്ങ് ഉറങ്ങും. ഇതായിരുന്നു പല ദിവസവും അബൂ ദുജാന തങ്ങളുടെ വീട്ടിലെ അവസ്ഥ, പട്ടിണിയും കൊടുപ്പട്ടിണിയും. അവസാനം സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ നേരത്തെ പള്ളിയിൽ പോവും. പള്ളിയിൽ പോയിട്ട് ഒരു ദിവസം ദിക്റും സലാത്തും ദുആയുമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മഹാനവറുകൾ കണ്ട കാഴ്ച, കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്ന കാഴ്ചയാണ്. അബൂ ദുജാന തങ്ങൾ വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇന്നലെ രാത്രി അത്താഴത്തിന് ഒരു കഷ്ണം റൊട്ടി പോലും കൊടുക്കാൻ കഴിയാതെ ഒട്ടിയ വയറുമായി കിടന്നുറങ്ങിയ പിഞ്ചോമന മക്കൾ, ആ മക്കൾ നേരത്തെ എഴുന്നേറ്റിരിക്കുന്നു. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് എഴുന്നേറ്റതാവാം. ആ മക്കൾ എഴുന്നേറ്റ് മുറ്റത്തേക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാകാം. ആ സമയത്ത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് അയൽവാസിയുടെ ഈത്തപ്പന ചാഞ്ഞ് നിൽപ്പുണ്ട്.
ആ ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനയിൽ നിന്ന് നല്ല കരിമ്പഴുക്ക കാരയ്ക്കകൾ അടർന്നെൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിരന്ന് കിടപ്പുണ്ട്. വിശന്ന് വലഞ്ഞിരിക്കുന്ന എൻ്റെ മക്കളുടെ കണ്ണിലേക്ക് ആ ഈത്തപ്പഴത്തിൻ്റെ മനോഹരമാകുന്ന പഴുത്ത കായ്ക്കൾ കിട്ടിയപ്പോൾ എൻ്റെ മക്കളത് പറക്കി തിന്നുകയാണ്, അത് പറക്കി കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഈ രംഗം കണ്ടുകൊണ്ടാണ് അബൂദുജാന തങ്ങൾ ഓടി വരുന്നത്. സുബ്ഹാനല്ലാഹ്, നിലവിളിച്ചുകൊണ്ട് മക്കളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് മക്കളുടെ കയ്യിലുള്ള ഈത്തപ്പഴമങ്ങ് പിടിച്ചു വാങ്ങി. ഇറക്കിപ്പോയ കഴിച്ചുപോയ ഈത്തപ്പഴം എന്തു ചെയ്യും? ആ പിതാവിൻ്റെ പേടി, യാ അല്ലാഹ്, അന്യവൻ്റെ ഈത്തപ്പഴം, പൊരുത്തമില്ലാത്ത ഈത്തപ്പഴം, ഹറാമായ ഭക്ഷണം എൻ്റെ കുഞ്ഞിൻ്റെ പള്ളയിലെത്തിയല്ലോ. ആ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ കൈയിട്ടുകൊണ്ട് ആ പട്ടിണി കിടന്ന കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് ഈത്തപ്പഴത്തിൻ്റെ ചാറ് ഛർദ്ദിപ്പിച്ച് അബൂദുജാന തങ്ങൾ പുറത്തേക്ക് തുപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത രംഗം. ബഹുമാനപ്പെട്ട അബൂദുജാന റളിയല്ലാഹു അൻഹു പിറ്റേന്ന് സുബഹിക്ക് പള്ളിയിൽ പോയിട്ട് ദുആയിരക്കാനൊന്നും ഇരിക്കാതെ നേരത്തെ എഴുന്നേറ്റ് വരികയാണ്. ഒരു ദിവസം അവർ സഹിച്ചു, രണ്ടാം ദിവസവും അങ്ങനെ എഴുന്നേറ്റപ്പോൾ സഹാബാക്കൾ പിടിച്ചു. എവിടെ ദുആയിരക്കാതെ പോകുന്നത്? മുജാഹിദ് പോകുന്ന മാതിരി. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറച്ച് മുജാഹിദുകളുണ്ട്, നിസ്കരിച്ചാൽ ദുആയിരക്കില്ല, പത്തിരിച്ചട്ടിലി ഇട്ട മീൻ്റെ മാതിരി പടഞ്ഞഴിച്ചങ്ങ് പോകും. എന്തോ വലിയ അത്യാവശ്യം, അങ്ങോട്ട് ഇറങ്ങി ആൻ്റെ മുട്ടിൽ നിന്ന് സുറക്കുക. നിസ്കരിച്ചിട്ടൊന്ന് ദ്വാരക്കാൻ ഒരു സമയമില്ല, അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആലിൻ്റെ മുട്ടിൽ നിന്ന് സുറക്കുക. എന്തൊരു കഷ്ടമെന്ന് പറയുക. അല്ലാഹു തആല ചിലർക്ക് കൊടുക്കുന്ന ദൗർഭാഗ്യങ്ങളാണ്, ചില കുരുത്തക്കേടിൻ്റെ ഭാഗമാണത്. നിസ്കരിച്ചാൽ അല്ലാഹു തആല പറഞ്ഞു, ഫൈദാ ഫറഗ്ത ഫൻസബ്, നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഫൻസബ് ഇല ദുആയിലേക്ക് നിങ്ങൾ എത്തണം. നിസ്കരിച്ചു കഴിഞ്ഞാൽ ദുആരക്കാതെ പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അയ്യു ദുആഇ അസ്മഅ, ഏറ്റവും കൂടുതൽ അള്ളാഹു സ്വീകരിക്കുന്ന ദുആ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ദുബറൽ മക്തൂബാത്ത്, നബി തങ്ങൾ പഠിപ്പിച്ച ദുബറൽ മക്തൂബാത്ത്, ഫർളായ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. വജൗഫുൽ ലൈൽ, അർദ്ധരാത്രിയിൽ പാതിരാത്രിയിലുള്ള പ്രാർത്ഥനയ്ക്കും ഇജാബത്തുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. നിസ്കരിച്ചിട്ട് ദ്വാരക്കാതെ ഒരാണും ഒരു പെണ്ണും എഴുന്നേറ്റ് പോകരുത്. പള്ളികളിലും വീടുകളിലുമാണെങ്കിലും ജമാഅത്തായി നിസ്കരിച്ചാൽ ഇമാമ് വലത്തോട്ട് തിരിഞ്ഞിരുന്ന് ദ്വാരക്കുകയും മഅ്മൂമീങ്ങൾ ആമീൻ പറയുകയും ചെയ്യണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നതെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ചെയ്യാതെ നിസ്കരിക്കുക, എഴുന്നേറ്റ് ഓടുക, എന്തോ ഒരു ദൗർഭാഗ്യം എന്ന് പറ. ഒരു കണക്കിന് അവർക്ക് അള്ളാഹു കൊടുത്തൊരു ദയനീയമായ പരാജയമാണത്. എന്തോ ആട്ടെ, ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. അബൂദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിച്ച് ദിക്റും സലാത്തും ഔറാദും ഒക്കെ കഴിഞ്ഞ് പോകുന്ന ആൾ 2 ദിവസം കൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു. പിടികൂടി, സഹാബാക്കൾ പിടികൂടി, ഇരിക്കവിടെ. ദുആ എല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു, എവിടാ നീ, എന്താ ഇത്ര ധൃതിക്ക് പോന്നേ? വലിയ നേതാക്കളാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമറുൽ ഖത്താബ് തങ്ങളുണ്ട്, അവരെല്ലാം കൂട്ടമായി പിടിച്ചു നിർത്തി ചോദിക്കാൻ, നിങ്ങളെന്തേ മുമ്പില്ലാത്ത മാതിരി ഇപ്പോൾ ഒരു പുതിയ ഓട്ടം? മഹാനവറുകളൊന്നും മിണ്ടുന്നില്ല, പക്ഷേ മുഖമങ്ങനെ ചുമക്കുന്നു. പിന്നെയും അവർ, എന്താ അബൂദുജാന, പറയൂ എന്ന് പറഞ്ഞാളിൻ്റെ നാക്കനക്കാൻ കഴിയുന്നില്ല, പക്ഷേ കണ്ണുനീര് കൊണ്ട് മറുപടി പറയുന്നു. അബൂദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ 2 കണ്ണുകളും ഇങ്ങനെ ഒഴുകുന്നു, മുഖമങ്ങനെ ചുമത്ത് സങ്കടം കൊണ്ട് തുളുമ്പുന്നു. ആ സമയം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, അബൂദുജാന, നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങളെ സങ്കടപ്പെടുത്താൻ ഞങ്ങളാരും കുറ്റപ്പെടുത്തിയില്ലല്ലോ, നിങ്ങളെന്തിനാണ് കരയുന്നത്? നിങ്ങൾ മറുപടി പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് വിതുമ്പി അബൂദുജാന തങ്ങൾ പറയുകയാണ്, എൻ്റെ മക്കൾ അന്നം കൊടുക്കാനില്ലാതെ കഴിക്കാനില്ലാതെ പട്ടിണി കൊണ്ട് കിടന്ന് പിടഞ്ഞ എൻ്റെ മക്കൾ, ഞാൻ ദുആയും ദിക്റും കഴിഞ്ഞു പോയി ചെന്നപ്പോഴേക്കും
അവർ വിശന്നിട്ട് സഹിക്കവയ്യാതെ വീട്ടിന് പുറത്തിറങ്ങിയിട്ട് പരിസരത്തുള്ളൊരു മനുഷ്യൻ്റെ ഈത്തപ്പഴങ്ങൾ പറക്കി തിന്നുന്നത് കാണേണ്ടി വന്നു. അത് അവർ എഴുന്നേൽക്കും മുമ്പ് പോവുകയും ആ ഈത്തപ്പഴങ്ങൾ പറക്കിയെടുത്ത് അയാളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയും എൻ്റെ മക്കൾ ഒരെണ്ണം പോലും എടുത്ത് തിന്നാതെ അവരുണരുന്നതിൻ്റെ മുമ്പ് ചെന്ന് അത് പറക്കി കൊടുക്കാനാണ് ഞാൻ ഓടിപ്പോകുന്നത് എന്ന് വിതുമ്പി ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ട് നിന്ന സഹാബാക്കളുടെ എല്ലാം കണ്ണുകൾ ഒഴുകി. എല്ലാവരും കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്തൊരു ദയനീയതയാണ് ഈ കേൾക്കുന്നത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂ ദുജാന, ആ അയൽവാസി ഈത്തപ്പനക്കാരനാകുന്ന അയൽവാസി ആരാണ്? അത് നബിയെ ഇന്നയാളാണ്, അയാളെ ഇവിടെ വിളിക്കൂ. അയാളെ വിളിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, നീ നിന്റെ ഈത്തപ്പന അബൂ ദുജാനയ്ക്ക് നീ വിൽക്കുമോ? സ്വർഗത്തിൽ 10 ഈത്തപ്പനകൾ നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്യാം. സ്വർഗത്തിലെ 10 ഈത്തപ്പനകൾ നിനക്ക് സമ്മാനിക്കുന്നു. ഈ ഈത്തപ്പന അബൂ ദുജാനയ്ക്കങ്ങ് കൊടുക്ക്. അയാൾ മുസ്ലിമീങ്ങളുടെ പട്ടികയിലാണെങ്കിലും അയാൾ മുനാഫിഖായ ആളായിരുന്നു. മുനാഫിഖായ ആളാണ്. ഇന്നത്തെ മുജാഹിദുകളെ പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആദരവോ ബഹുമാനമോ കൽപ്പിക്കാത്ത, മുഹീദ്ദീൻ ശൈഖനോ റിഫായി ശൈഖനോ ബഹുമാനം കൽപ്പിക്കാത്ത, നബി തങ്ങൾ പോലും കേവലം സാധാരണക്കാരനാണെന്ന് വിശ്വസിക്കുന്ന മുനാഫിഖീങ്ങളുടെ വിശ്വാസമുള്ള ആളായിരുന്നു അയാൾ. അയാൾ പറഞ്ഞു, നബിയെ, കടത്തിന് കച്ചവടമില്ല, കച്ചവടം ചെയ്യാം, പക്ഷേ രൊക്കം പൈസ തരണം. പഠിച്ചവനെ, സഹാബാക്കളുടെ മുഖം കോപം കൊണ്ട് കുടുങ്ങി തല്ലാനൊരുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബഖിൻ, ഇപ്പോൾ അത് ചെയ്യരുത്. ഉടനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ 10 ഈത്തപ്പന മരം എനിക്ക് തരുമോ നബിയേ? എൻ്റെ തോട്ടത്തിലെ 10 ഈത്തപ്പന ഇയാൾക്ക് ഇപ്പോൾ തന്നെ റെഡി, ഞാൻ കൊടുക്കാം നബിയേ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. സിദ്ദീഖേ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, സ്വർഗത്തിലെ 10 ഈത്തപ്പന നിനക്കിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിന്റെ തോട്ടത്തിലെ 10 ഈത്തപ്പന ഈ മനുഷ്യനിക്ക് കൊടുത്തുകൊള്ളുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അബൂ ദുജാന ഭയങ്കര സന്തോഷത്തിലായി. ഇനി അടർന്നു വീഴുന്ന ഈത്തപ്പഴം എൻ്റെ മക്കൾക്കാണ്, എനിക്കുള്ള ഈത്തപ്പഴമാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഈ ഈത്തപ്പന അയാൾ മതിൽ കെട്ടി മാറ്റും മുമ്പ് ബഹുമാനപ്പെട്ട അബൂ ദുജാനയുടെ വീട്ടുമുറ്റത്തേക്ക് ആ ഈത്തപ്പന അങ്ങനെ അല്ലാഹു തആല എത്തിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു പട്ടിണി കൊണ്ട് വിശന്ന് വലഞ്ഞ കുഞ്ഞുമക്കൾ, ഒരീത്തപ്പഴം അതെൻ്റെ കുഞ്ഞല്ലേ, അവൻ തിന്നോട്ടെ എന്ന് കരുതിയിരുന്നുവെങ്കിൽ, മഹാനവറുകൾ പറയുകയാണ്, നബിതങ്ങൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു, അന്നാബിത്തു മിനൽ ഹറാം വന്നാറു ഔലാ ബിഹി. ഹറാമ് തിന്നുണ്ടാകുന്ന രക്തവും മാംസവും മജ്ജയും, വന്നാറു ഔലാ ബിഹി, നരകത്തിലേക്ക് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. ഓ മുഅ്മിനീങ്ങളെ, വാളെടുത്തുകൊണ്ട് ഇതൊന്നും നന്നാക്കാൻ സാധ്യമല്ല, വാളെടുത്തുകൊണ്ട് ഇതൊന്നും നിയന്ത്രിക്കാൻ സാധ്യമല്ല. വാളിനേക്കാൾ മൂർച്ചയുള്ള ആരംഭപ്പൂവായ മുത്തുനബിയുടെ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുമ്പോഴേ സമുദായം നന്നാവുള്ളൂ. വിരട്ടുകയല്ല, പേടിപ്പിക്കുകയല്ല, ഭീഷണിപ്പെടുത്തുകയല്ല. ആത്മീയ സംസ്കാരവുമായി അള്ളാഹു നിയോഗിച്ചയച്ച ആരംഭപ്പൂവായ മുത്തുനബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാരിപ്പുണർന്നുകൊണ്ട് അവിടുത്തെ സുന്നത്തിനെ മുറുക്കി പിടിക്കുക. മൻ തമസ്സക ബിസുന്നതി. ഹറാമും ഹലാലും വേർതിരിക്കാൻ പ്രയാസപ്പെടുന്ന ഈ കാലത്ത് ഹറാമിനെ വേർതിരിച്ചെടുക്കാൻ, ഹലാലിനെ വേർതിരിച്ചെടുക്കാൻ കഷ്ടപ്പെടുന്നവനിക്ക് ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, 100 ഷഹീദിന്റെ കൂലിയുണ്ട്.